ഓ, അപ്പൊ ഇവരാണ് നിന്റെ കൂടെയുള്ള ബാക്കി രണ്ടുപേരല്ലേ? ഞാൻ പ്രഭാകരൻ. ഞാൻ കിഷോർ. മോന്റെ പേര് കൊച്ചു. ആരുടെ? അത് ഇതുവരെ തീരുമാനമായിട്ടില്ലല്ലേ? അല്ല, അവന്റെ പേരാ ഉദ്ദേശിച്ചത്. കൊച്ചു. ഓ, കൊച്ചു പേരല്ലേ? നല്ല പേരല്ലേ? കൊച്ചു നെടുമ്പള്ളി. ഓ, വലിയ തറവാട്ടുകാരാ. സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് അല്ലേ? ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടോ? വീട്ടിലാരൊക്കെ ഉണ്ട്? ആരൊക്കെ വേണ്ടി വരും? അച്ഛൻ സ്റ്റീഫൻ നെടുമ്പള്ളി. അച്ഛന്റെ ആൾക്കാരെല്ലാം ഇറാഖില്ല. പിന്നെ ഇവരിങ്ങനെ സെനകളിലോട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോയിരിക്കേ. ഹെലികോപ്റ്ററില്? അല്ല, അവൻ ഉദ്ദേശിച്ച ഒരു പ്രവാസികളാണ്. ഓ സോറി മോനെ, ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല, നീയൊക്കെ നിന്ന് വേർക്കണണ്ടാ തോന്നുന്നു. നീയൊക്കെ ഇവിടെ ഒരു പെണ്ണ് കയറ്റി ഒളിപ്പിച്ച് എന്നെ കാണിക്കാതെ. ഞാൻ അത്ര പ്രശ്നക്കാരനല്ല. മേജർ എത്ര സമയം ഇങ്ങനെ നിൽക്കണേ? നമുക്ക് എന്നാലും കുടിക്കാമല്ലോ വന്നേ. എന്താ കൂടി? എന്താ പറയാൻ പറ്റുമോ? ഇല്ലെന്നേ, ഇതെന്റെ ഭാര്യയുടെ ഒരു വഴിപാട് കാരണം കാതുകുത്തിയതാ. എടാ ചെറ്റേ, എന്തൊക്കെയാടാ നീ കാണിക്കണത്? ഒന്നും പേടിക്കണ്ട. അയാളുടെ തള്ളു കേട്ട അറിഞ്ഞൂടെ അയാളൊരു മണ്ടനാന്ന്. ക്ലീശപ്പെട്ട ആൾക്കാരൻ. വേണ്ടോ, എനിക്ക് മേജർ റിവ്യൂ കൊണ്ടുതരാടാ. അയാളെങ്ങനെ കണ്ടുപിടിച്ചല്ലോ അവൻ അവളാണെന്ന്? ആരും കണ്ടുപിടിച്ചില്ലല്ലോ. എന്റെ സിനിമാ സെൻസ് അല്ലേ രക്ഷപ്പെടുത്തിയത്. ഉണ്ടാ നീ ബാക്കിയിലെ കുപ്പിയോട് വെച്ച്. എല്ലാം തീർന്നു. പേടിക്കണ്ട, ഒരു കുപ്പിയും കൂടെ ഉണ്ട്. എത്ര നാറി തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാം വാരിക്കെട്ടി ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഞാൻ പോണില്ലേ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് അൺപാക്ക് ചെയ്യാത്തോണ്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാം. ഇതാരോടെ കൊണ്ടുവച്ചേ? അത് ഇവനൊരു പ്രീ പ്രൊഡക്ഷൻ ആൽക്കോളോമേനിയുടെ ചെറിയൊരു ആരംഭം. അവ ഡോക്ടർ കൊടുത്തത് അല്ലേ? BMSന്റെ അതൊരു തൊഴിലാളി സംഘടനയല്ലേ? യുനാനി ആയുർവേദം. അത് തന്നെ. അപ്പം ഡോക്ടർ കൊടുത്തത്. കുഴപ്പമില്ല, ഞങ്ങൾ വേറെ മേടിച്ചോളാം. എന്നാ കാര്യങ്ങൾ നടക്കട്ടെ, കാണാം. കാണണ്ട ഉടനെ. ആരെയാ നീ വിളിക്കണേ? ബ്രോക്കറെ, അടുത്ത വീട് തപ്പണ്ടേ? ഉണ്ടായിരുന്നത് വൃത്തിയാക്കട പുല്ലേ. ഒറ്റയ്ക്കും തുറക്കടാ. ഞാനായിരുന്നു നിന്റെ അടിമയോ? നീ പോയി തുറക്ക. ഞാൻ തുറക്കാം. എങ്ങോട്ടാ? അവിടെ ഇരി, ഞാൻ തുറന്നോളാം. തമ്പി സാറ് എന്താ ഇത്ര നേരത്തെ? ഞാൻ വെറും ഒരു ബേവാക്കൂഫാണെന്ന് വിചാരിച്ചോടാ നീയൊക്കെ. നീ ഒക്കെ തോന്നുന്നു. ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞാണ് വന്നത്. നിങ്ങൾക്കാർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. എടാ, പുള്ളി മറ്റേതാ. മറ്റേതാ? ഏജന്റ്. ഏത് പത്രത്തില്ല? പത്രമല്ല, ആറാട്ടി കണ്ടിട്ടില്ലേ ലാലേട്ടന്റെ കോട്ടിട്ട് കാറ വന്ന് കാലേ വരെ അടിക്കുന്നു. ഏജന്റ്. ഈ ഫ്ലാറ്റിലെ മാന്യന്മാരായ മണ്ടന്മാർക്കറിയാത്ത രഹസ്യം. ഞാനൊരു മദ്യപാനിയാണ്. യെസ്, ഐ എം ആൻ ആൽക്കഹോളിക്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും കൂട്ടുകാരില്ലാത്തതും എന്നെയും ഒരു വൃത്തികെട്ട മാന്യനാക്കി. ഇന്ന് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ ആ മേജർ തമ്പിയെ തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഇന്ന് എൻ്റെ പാർട്ടി തുറന്നു നോക്ക്. പാടാ. സന്തോഷമായി മക്കളെ, സന്തോഷമായി. വരണ്ടുണങ്ങി കിടന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മഴയായി പെയ്തവരാണ് നിങ്ങൾ. പാരിഷ് മോനെ, ശുദ്ധ സംഗീതത്തിൽ നിന്ദിക്കരുത്. ഹിന്ദി പാട്ടറിയോ? ഇല്ല. നന്നായി. ആദ്യക്കുട്ട, നീ അടിപൊളിയാടാ. അല്ലെങ്കിൽ നീ ഈ ഇവനെ പോലുള്ളവനൊക്കെ വലിഞ്ഞു കയറി കിടക്കാൻ സ്ഥലം കൊടുക്കൂ. യു ആർ ഗ്രേറ്റ്. കൊച്ചുമോൻ എന്തോന്നും മിണ്ടാത്ത ഊമയാണോ? I'm an introvert, uncle. ഓഹോ, ഈ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, പിക്ക്, സോഷ്യൽ ആങ്സൈറ്റി. ഈ കോവിഡൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ അങ്ങോട്ട്. അത് സോഷ്യൽ ഡിസ്റ്റൻസ്. മാസ്ക് കോയി പാത്നേ. മോൻ എന്താ അടിക്കാത്ത? ശീലില്ല. ഇല്ലേ? പക്ഷെ മോന്ത വേണ്ട, അങ്ങനെയല്ല പറയാ.
ഇന്ന് മോൻ എൻ്റെ കൂടെ ഒരെണ്ണം അടിക്കണം. എടാ ഡയറക്ടർ ഒരെണ്ണം ഒഴിയടാ. കാര്യം അങ്കിൾ ഒരു ചറ്റയാണെങ്കിലും അതിന്റെ അഹങ്കാരം ഒന്നും പോകത്തില്ല. പട്ടാളക്കാരെങ്ങനെയാ, സിമ്പിളാ. അപ്പൊ ഇന്ന് ഇനി യാത്രയില്ല. അയ്യോ, അപ്പൊ അങ്കിള് പോകുന്നില്ലേ? ഞാൻ പോവാന്നാടാ പറഞ്ഞേ. നീ സ്ഥലത്താകൂ. ആ, എന്നാ വേഗം പോയി സ്ഥലത്ത്. മക്കളെ, നിങ്ങൾ മറ്റു ബാച്ചിലേഴ്സിനെ പോലെ അല്ല കേട്ടോ, നല്ല പിള്ളേരാ. ഇപ്പോഴത്തെ പിള്ളേർ ഫുൾ ഉടായ്പാണ്. ഈ കല്ലും പുല്ലും പിന്നെ ഒരു ഫ്ലാറ്റ് എങ്ങാനും വാടകയ്ക്ക് കൊടുത്താൽ അടുത്ത മൊമെന്റ് തൊട്ട് പെമ്പിള്ളേർ വന്നോളും. അതെവിടെയാ ഫ്ലൈറ്റ്? കിഷോർ നോ. പക്ഷെ എൻ്റെ അടുത്ത് അതൊന്നും നടക്കില്ല കേട്ടോ. എൻ്റെ പൊന്നുമോനെ, നീ അടിക്കില്ലാന്നോണ്ട് എന്താ അടി അടിക്കണത്? ഒരു കപ്പലുണ്ട് ഇന്ന്. അയ്യോ, കപ്പലുണ്ട് തട്ടി മീശ ഇളകി. അങ്കിള് വീട്ടിൽ ചെല്ലാൻ നോക്ക്, ചേച്ചി അന്വേഷിക്കും, മീശയൊക്കെ പോയിട്ട് വരും. ചേച്ചി അന്വേഷിക്കും. ചൂടെടുക്കുന്ന അയ്യോ, കൊച്ചുകൊണ്ട് ചൂടെടുക്കും. പട്ടാളത്തിൽ എവിടെയായിരുന്നു? കീർത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? അത് മരിക്കാൻ കിട്ടണല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. വീട് കൊള്ളാം. കൊച്ചുമോൻ വിളിക്കുന്നെങ്കിൽ വീട്ടിൽ പോയി നോക്കും. വീട് കൊള്ളാം. ഈ എന്റെ കൊച്ചുമോനല്ല, നെടുമ്പള്ളി മോൻ. മോനെ, बस एक इशारा भाईजान. എന്റെ കൂടെ കൂടി ഹിന്ദി ഒക്കെ പഠിച്ചോ അച്ഛ? भारत माता की ജയ്. ഓ, നല്ല ദേശഭക്തി ഉള്ള പിള്ളേര്. വാ, നാളെ നിങ്ങളുടെ കൂടെ പറഞ്ഞേ. I'm an introvert, uncle. बस एक इशारा. ഓരോരോ കോലകളെ കുറച്ച് കായ് കിട്ടുന്ന കാര്യമായിപ്പോയി. അല്ലാതെ ഫ്ലാറ്റ് കിട്ടാൻ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലോ ചേട്ടാ. ഓഹ്, എന്താ ലാലാക്കിന്റെ അവരും കഴിഞ്ഞ് ബാ റെഡിയാക്കുക. ബാ ബാ ബാ, ദൈവഭയുള്ള നല്ല കുട്ടി. ബാ, ഭയ ഭർത്താവ് വേട്ട. ഇത്ര വലിയ മോനോ? ഏർലി മാരേജ് ആയിരുന്നേ. പാടിക്കാം പാടിക്കാം. വൈഷ്ണവ ജന തോ തേരി സഖിയേ, വൈഷ്ണവ ജന തോ തേരി സഖിയേ.